പരിഭാഷകർക്ക് ഒരു വിലയുമില്ലാതായി എന്ന് തോന്നും കെ സുരേന്ദ്രന്റെ ഏറ്റവും ഒടുവിലെ അനുഭവം കണ്ടാൽ. ബിജെപി ദേശീയ കൌൺസിൽ യോഗത്തിന് മുന്നോടിയായി പ്രവർത്തകരെ കാര്യങ്ങൾ പറഞ്ഞു ബോധിപ്പിക്കാനാണ് ഹിന്ദിക്കാരൻ നേതാവ് കോഴിക്കോട്ടെത്തിയത്. കേരളത്തിലെ ബിജെപിക്കാരെ കുറിച്ച് നല്ല ബോധ്യമുള്ളതിനാൽ സുരേന്ദ്രൻ ഹിന്ദി മലയാളത്തിലാക്കാനുള്ള ഉത്തരവാദിത്വം സ്വയം അങ്ങ് ഏറ്റെടുത്തു. मंडल की बैठ के होते हैं, यहाँ पे मंडल मीटिंग्स आल्सो टाइम टू टाइम, डिस्ट्रिक्ट कमेटी मीटिंग्स करवानी होती हैं, नेशनल एग्जीक्यूटिव मीटिंग के भी ഒരു ദുരന്തം ഇവിടെ ഉണ്ടാവും. അതെനിക്ക് ഉറപ്പാ. ഉണ്ടായതിനേക്കാൾ വലിയ ദുരന്തമൊന്നും ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറാകാതെ ഒരു പരിഹാരവും ഉണ്ടാവില്ല. ഈ നേതാവിന്റെ വലതുഭാഗത്ത് മൈക്കൊക്കെ ശരിയാക്കി റെഡിയായെങ്കിലും സുരേന്ദ്രൻ വാ തുറക്കും മുമ്പ് ഹിന്ദി പ്രസംഗത്തിന് പ്രവർത്തകർ അങ്ങ് കൈയടിച്ചു. ഹിന്ദി അറിയാവുന്ന മലയാളി സദസ്സിനെ കിട്ടിയ സന്തോഷത്തിൽ ഹരം കയറി നമ്മുടെ നേതാവ് തമാശ പൊട്ടിച്ചുകൊണ്ടേയിരുന്നു. പണ്ട് മോദിയുടെ പ്രസംഗം തർജ്ജമ ചെയ്തതിന്റെ ക്ഷീണം ഇന്നത്തോടെ മറികടക്കാമെന്ന സുരേന്ദ്രന്റെ മോഹത്തിനാണ് പ്രവർത്തകർ കൈയടിച്ച് പാരവെച്ചത്. विश्व की सबसे बड़ी पार्टी है और हमारे नेता नरेंद्र भाई मोदी विश्व के सबसे लोकप्रिय नेता है. तीन दिन यहाँ रुकने वाले हो, पूरे समय यहाँ रुकने वाले हो, सारे मुख्यमंत्री यहाँ पे आने वाले हो, सारे केंद्र के मंत्री, गृह मंत्री, वित्त मंत्री, सब मंत्री यहाँ पे आने वाले हो और केवल आ करके 1-2 घंटे में जाने वाले नहीं हो, बल्कि आएंगे तो यहाँ पे केरल में कोई रिपोर्ट में 3 दिन रहेंगे. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞു. ദൈവമേ എനിക്കെന്തിനീ വിധി, ദൈവമേ എനിക്കെന്തിനീ വിധി. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ല.